വാരൻ ബഫറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല വാരൻ ബഫറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഏകദേശം അദ്ദേഹത്തിന്റെ തിയറി നമുക്ക് ഇന്നും പ്രാക്ടിക്കലായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും അതേപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും ശരിക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ആദ്യം അദ്ദേഹം പറയുന്നത് 90% ആണ് നിങ്ങൾ ഇക്വിറ്റിയിൽ ഇടേണ്ടത്, 10% നിങ്ങൾ ഏതെങ്കിലും ലിക്വിഡ് ഫണ്ടിലോ അല്ലെങ്കിൽ ബോൺസിലോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ വെക്കണം എന്നുള്ളതാണ്. അത് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള ഒരു ഐഡിയ ആയിട്ട് കൊടുക്കാം, അതേപോലെ തന്നെ എമർജൻസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഫണ്ട് എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഇപ്പൊ നമുക്കിവിടെ ഗിഫ്റ്റ് സിറ്റിയിൽ ഈവൻ US സ്റ്റോക്ക് മാർക്കറ്റ്സ് നമുക്ക് വാങ്ങാൻ പറ്റും. അത് ഇപ്പോൾ ഡോളറിന്റെ പ്രൈസ് കൂടുമ്പോൾ നമുക്കത് കൂടുതലായിട്ടുള്ള ഒരു പ്രോഫിറ്റ് തരും എന്നുള്ളൊരു കാര്യം കൂടി ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇനി സ്റ്റോക്ക് പിക്കിംഗ് സ്ട്രാറ്റജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സ്റ്റോക്സ് ആണ് നിങ്ങൾക്ക് ഒന്നും അറിയില്ല. ഇപ്പൊ സ്റ്റോക്സ് വരുന്നു, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് വിചാരിച്ച് അതൊരു ഫാൻസിയാണ് എന്നുള്ള രീതിയിൽ അത് പോയി എടുക്കരുത്. പക്ഷെ നിങ്ങൾക്ക് ഫുഡ് ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടൽ ഇൻഡസ്ട്രിയെ കുറിച്ച് ജനറലി നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി എന്താണോ നിങ്ങൾക്ക് അറിയുന്നത്. ഇപ്പോൾ നവീനമായിട്ടുള്ള സ്റ്റോക്കുകൾ എടുക്കരുതെന്നല്ല, അതറിയുക, പഠിക്കുക, അതിനകത്ത് ഒരു പ്രോഫിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങളത് പിക്ക് ചെയ്യാവുള്ളൂ. പിന്നെ ഒരു മോട്ട് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കോമ്പറ്റീറ്റീവ് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കണം. അതായത് ഒരു ഷോക്ക് വന്നു കഴിഞ്ഞാലും ആ സ്റ്റോക്സ് നമ്മൾ അടിഞ്ഞു പോകരുത്. കുറച്ച് താഴെ പോയാലും അത് ആ സ്റ്റോക്സ് ഇല്ലാതാവുകയോ അല്ലെങ്കിൽ അങ്ങനെ അപ്രത്യക്ഷമാവുകയോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിലോ ഒരു ബിസിനസ്സിലോ ഒരു സ്റ്റോക്കിലോ കൊണ്ടുപോയിടരുത്. അതാണ് പറയുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. എന്നാലേ കോമ്പൗണ്ടിങ് വരുള്ളൂ. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ആദ്യം ചെറിയ ചെറിയ എമൗണ്ട് ആയിരിക്കും. നമുക്കത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനോ പെട്ടെന്നൊരു സന്തോഷമൊന്നും തരില്ല. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ആയിട്ട് അതിനേക്കാൾ കൂടുതലായിട്ട് വരികയാണ് നമ്മുടെ സാധാരണ രീതിയിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ ലോകത്ത് പറ്റും. ഇനി ഫണ്ടമെന്റൽസ് നോക്കണം എന്നുള്ളത് പുള്ളിയുടെ ഒരു വലിയ ഒരു കാര്യമാണ്. അതിനകത്ത് PE പെഗ് അങ്ങനത്തെ ഉള്ള എല്ലാം വരും. അതിനകത്ത് മാനേജ്മെന്റിന്റെ കാര്യം ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയുന്നു. ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ്, അതായത് പൈസ വേസ്റ്റ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ അത് എടുക്കരുത്. പിന്നെ അവരുടെ റിപ്പോർട്ട്സിലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും അതിനകത്ത് ട്രാൻസ്പെറൻറ്റി വേണം. പിന്നെ ഡെപ്റ്റ് വാരൻ ബഫറ്റ് താല്പര്യമേ കാണിക്കുന്നില്ല. ലോ ഡെപ്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ സീറോ ഡെപ്റ്റ് ആയിട്ടുള്ളത്. അതായത് ഡെപ്റ്റ് ഒരു നമ്മുടെ പ്രോഫിറ്റ് കോമ്പൗണ്ട് ചെയ്യുന്നതുമാതിരി തന്നെ ഡെപ്റ്റും കോമ്പൗണ്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ കടം എന്നുള്ളത് ഒരു നോയാണ് പുള്ളി വാരൻ ബഫറ്റിന്റെ ഒരു ഭാഷയിൽ. പിന്നെ പ്രൈസിന്റെ കാര്യത്തിൽ നമ്മൾ ഏർണിങ്സ് നന്നായിട്ട് വേണം. ആ ഏർണിങ്സിനകത്ത് മെയിൻ്റനൻസ് കൂടി ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ് കൂടി ആ ഏർണിങ്സിൽ നിന്ന് എടുത്തതിന് ശേഷമുള്ളതാണ് നമ്മുടെ ലാഭത്തിലേക്ക് വരുള്ളൂ. അത് മനസ്സിലാക്കണം. PE നോക്കണം. PE നല്ല വാല്യുവേഷൻ ഉള്ളത് <28 ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത്. ഓരോ ഇൻഡസ്ട്രിക്കും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പിന്നെ എപ്പോഴും ക്യാഷ് കുറച്ച് ക്രാഷിന് വേണ്ടി വെക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു നാളെ ഇറാൻ വാർ വന്നു, ഒരു ക്രാഷ് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് സ്റ്റോക്ക് താഴേക്ക് പോകും. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാം റെഡിലാക്കി ഇരിക്കുക. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് എന്നാണ് പറയുന്നത്. പിന്നെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നന്നായിട്ട് വേണം, അതായത് ഒരു 15% വേണം. ഇനി അവോയ്ഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ വാരൻ ബഫറ്റ് പറയുന്നുണ്ട്. അത് കുറെ കൂടി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്ത് ഒരു റൈറ്റ് ടൈം, നമ്മുടെ ജീവിതത്തിൽ എന്നാണോ ഇൻവെസ്റ്റ്മെന്റിന് ഒരു റൈറ്റ് ടൈം വരുന്നത് അതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതിൽ ഒരു അർത്ഥമില്ല എന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ ഒരു സ്റ്റോക്കിന്റെ ബോട്ടം വന്നിട്ട് ഇത് ബോട്ടം വന്നു, ഇപ്പൊ ഷോർട്ട് ടൈം ട്രേഡുകാർ എപ്പോഴും പറയുന്നതാണ് ബോട്ടമായി. അങ്ങനെ ബോട്ടം നമുക്കൊരിക്കലും കൃത്യമായി പറയാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ആരെങ്കിലും പറയാണ് ഇപ്പൊ ബോട്ടം അടിച്ചു എന്ന് പറയാണ്, ഒരു നല്ല ഒരു നെഗറ്റീവ് ഈവന്റ് വന്നു കഴിഞ്ഞാൽ ആ ബോട്ടത്തിൽ
താഴെ പോകും. അപ്പോൾ നമുക്കൊരിക്കലും ബോട്ടം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നോയ്സ് അവോയ്ഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് ഒരു ലോങ് ടേം ഒരു നല്ല സ്റ്റോക്ക് ആണെങ്കിൽ ഈവൻ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അൺസർട്ടനിറ്റി, ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ, ഇതൊക്കെ സെക്കൻഡറി ആയിട്ടാണ് വരിക. നമ്മൾ അതിന്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് നോക്കേണ്ടത്. ന്യൂസോ ഗോസിപ്പോ ഒന്നുമല്ല അതിനകത്ത് നോക്കേണ്ടത്. പിന്നെ ഒരു സ്റ്റോക്ക് അത് നല്ലതല്ലാത്ത ഒരു സ്റ്റോക്ക് ചീപ്പായി കിട്ടി, വില കുറഞ്ഞു, 500 രൂപയുടെ സ്റ്റോക്ക് 250 അല്ലെങ്കിൽ 100 എന്നുള്ളതുകൊണ്ട് വാങ്ങരുത്. ഇപ്പൊ പലരും പെന്നി സ്റ്റോക്സ് അന്വേഷിക്കും. അങ്ങനത്തെ സ്റ്റോക്സ് ആ ഒരു സ്ട്രാറ്റജിയെ നല്ലതല്ല. അതിനകത്ത് പുള്ളി അതിനകത്ത് റെക്കമെൻഡ് ചെയ്യുന്നേയില്ല. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് മോട്ട് ഇല്ലാത്തത് നമുക്ക് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റോക്ക് മാറി പുതിയത് വാങ്ങുക എന്നുള്ളത്, നമുക്ക് കൂടുതൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത് വാങ്ങുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. അതായത് നമ്മൾ ബലം പിടിച്ചിട്ട് എനിക്കൊരു സ്റ്റോക്കിനോട് ഇമോഷണൽ ആയിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നുള്ള രീതിയിലല്ല പോകേണ്ടത്. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പാനിക് ആയിട്ടുള്ള ആക്ഷൻ, ഗ്രീഡി ആയിട്ടുള്ള ആക്ഷൻസ്, അതായത് ആർത്തി കൊണ്ടുള്ള ആക്ഷൻ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഓൾറെഡി കയറിപ്പോയി പുറകെ കിടിച്ചെന്ന് നമുക്ക് വാങ്ങാം, എനിക്കത് നഷ്ടപ്പെടുമല്ലോ, ലാഭം കിട്ടുന്നു എന്ന ലാഭത്തിന്റെ കിട്ടിപ്പോയി നമുക്ക് വേറെ സ്റ്റോക്കുകൾ, ഇഷ്ടംമാതിരി സ്റ്റോക്കുകൾ നമുക്ക് പിന്നെ ഉണ്ട്, നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ സെൽഫ് നോളജിൽ വിശ്വസിക്കണം. വേറൊരാൾ പറയുന്നു അല്ലെങ്കിൽ ഈവൻ വേറൊരു ടെക്നിക്കൽ പേഴ്സൺ പറയുന്നു അല്ലെങ്കിൽ ഒരു ഗുരു, സ്റ്റോക്ക് ഗുരു പറയുന്നതിലോ അല്ല വിശ്വസിക്കേണ്ടത്, നമ്മളിൽ തന്നെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ നമ്മളെ ഒരു തീരുമാനത്തിലും ഒത്തിരി റിജിഡ് ആയിട്ടിരിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും അങ്ങനെയാണല്ലോ. നമ്മൾ ഒരു തീരുമാനത്തിൽ ഒത്തിരി റിജിഡ് ആയിട്ടിരുന്നാൽ നമുക്ക് തെറ്റിപ്പോകാം. ലോകം അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. തിയറികളും സാഹചര്യങ്ങളും ഒക്കെ മാറി വരാം. സ്റ്റോക്സിന്റെ കാര്യത്തിൽ അത് തന്നെ. പിന്നെ നമ്മൾ എപ്പോഴും നമ്മളെ നോളജ് കൂട്ടിക്കൊണ്ടിരിക്കണം. അതായത് സെൽഫായിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഒരു നോളജ് നമുക്ക് വരണം. അത് തന്നെയല്ല, നമ്മുടെ സെക്ടറും നമ്മുടെ ബിസിനസ്സും കൂടാതെ വേറെ സെക്ടറും നമുക്ക് പഠിക്കാം, വേറെ ഇൻഡസ്ട്രി, വേറെ ബിസിനസ് നമുക്ക് പഠിക്കാം. അത് കോൺഫിഡന്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് എൻ്റർ ചെയ്യാം. പിന്നെ ഫൈനലി പുള്ളി പറയുന്നത് ബോറോ ചെയ്ത് കടമെടുത്ത് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങരുത്. അതായത് കടം എന്ന് പറയുന്നത് അതല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ബേസിക്കലി സ്ലഷ് ഫണ്ട് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. ലോകം ഇന്ന് അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. നാളെയും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇതാണ് വാറൻ ബഫറ്റിന്റെ സ്ട്രാറ്റജി. നിങ്ങൾ എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുടെ ഗൈഡ് ലൈൻസിൽ ചെയ്യണം. നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ലോകമാണ്, റിസ്കി ആയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.